ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മൾ LDC ടെസ്റ്റ് സീരീസ് 3 കണ്ടു കഴിഞ്ഞു അല്ലേ. നമ്മൾ തീർച്ചയായിട്ടും അതിനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പ്രീവിയസ് ഇയർ LDC ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി ഡിസ്കസ് ചെയ്ത് പോകുന്നത് നല്ലതാവില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു മുൻവർഷത്തെ LDC ചോദ്യപേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതും അതിൻ്റെ ഡിസ്കഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അസോസിയേറ്റഡ് ഫാക്ട്സ് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇനിയും LDC ടെസ്റ്റ് സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതിനിടയിൽ നമ്മൾ ഈ ഒരു പ്രീവിയസ് ഇയർ LDC ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കി, ആദ്യത്തെ ചോദ്യം: ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒബ്വിയസ്ലി ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. ആരാണ്? ഫസൽ അലിയാണ് അല്ലേ. ഫസൽ അലിയാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ കൂടി നമുക്കൊന്ന് നോക്കിയാലോ. എന്നാൽ ആ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 1953 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വരുന്നത്. അപ്പോൾ ആ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നറിയോ? ഫസൽ അലി കൂടാതെ HN കുൻസ്ട്രൂവും അതുപോലെ തന്നെ KM പണിക്കരും ഉണ്ടായിരുന്നു. KM പണിക്കരുടെ യഥാർത്ഥ പേരെന്താണ്? കാവാലം മാധവ പണിക്കർ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ 1900 വേറെ കുറച്ച് കമ്മീഷൻസും കൂടെ മനസ്സിലാക്കുക. 1948 ജൂണിൽ മറ്റൊരു കമ്മീഷനുണ്ട്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇതേപോലെ നിയമിച്ച ഒരു കമ്മീഷനാണ് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ആക്ച്വലി SK ധർ ആയിരുന്നു. ഓക്കെ, ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ, അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ശേഷം അതേപോലെ തന്നെ 1948 ഡിസംബറിൽ മറ്റൊരു കമ്മീഷനും കൂടെ വരുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് നിയമിക്കുന്ന ഒരു കമ്മീഷനാണ്. 1948 ഡിസംബറിൽ JVP കമ്മിറ്റി എന്ന് പറയും കേട്ടോ. JVP കമ്മിറ്റി എന്ന് പറയും. അപ്പോൾ ഈ JVP കമ്മിറ്റിയും ഇതേപോലെ ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റ്സ് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു JVP കമ്മിറ്റി. ആക്ച്വലി ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് അറിയോ? ഈ പേര് പോലെ തന്നെ JVP പോലെ തന്നെ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, സർദാർ വല്ലഭായ് പട്ടേൽ, അതുപോലെ പട്ടാഭി സീതാരാമയ്യ, ഇത്രയും പേരായിരുന്നു ആ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഈ സ്റ്റേറ്റ് റീഓർഗനൈസേഷന് മുൻപ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മൾ 1953 ആ കമ്മീഷന് മുൻപ് ഇങ്ങനെ രണ്ട് അതായത് LPC എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷനും അതുപോലെ തന്നെ JVP കമ്മിറ്റിയും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമുക്കറിയാലോ 1956 ആക്ച്വലി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ എന്ത് ചെയ്യുന്നത്? റീഓർഗനൈസ് ചെയ്യപ്പെടുന്നത് അല്ലേ. അപ്പോൾ ആ സമയത്ത് 14 സ്റ്റേറ്റ്സും അതുപോലെ തന്നെ 6 യൂണിയൻ ടെറിട്ടറീസുമാണ് നിലവിൽ വന്നത് അല്ലേ. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. തെലങ്കാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ പേര് BN ശ്രീകൃഷ്ണ കമ്മിറ്റി ആയിരുന്നു കേട്ടോ. BN ശ്രീകൃഷ്ണ കമ്മിറ്റി. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഒറ്റ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കി. ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാലും നമ്മൾ വലിയ കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ ചെറിയ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ലല്ലോ. ചിലപ്പോൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മൾ മറന്നു പോകരുതല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. മാംഗനീസ് ആണോ, ഇരുമ്പുരുക്കിൻ്റെ വ്യവസായമാണോ, ചെമ്പിൻ്റെ ആണോ, ബോക്സൈറ്റിൻ്റെ ആണോ? ഇരുമ്പുരുക്കാണല്ലേ. ഇരുമ്പുരുക്ക് വ്യവസായമാണ്. അപ്പോൾ ഈ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ബേസിക്കായിട്ട് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് അഥവാ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണെന്നറിയോ? ബേസിക്കായിട്ട് അത് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂട്ടോ. അയൺ ഓർ അതായത് ഇരുമ്പയിര്, അതുപോലെ തന്നെ കോൾ കൽക്കരി, അതുപോലെ മാംഗനീസ്, പിന്നെ ലൈം സ്റ്റോൺ അതായത് ചുണ്ണാമ്പ് കല്ല്, അതുപോലെ ഡോളമൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റോ മെറ്റീരിയൽസ് ആയിട്ട് ഈ ഒരു ഇരുമ്പുരുക്ക് വ്യവസായത്തിന് വേണ്ടതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, അതായത് പ്രധാന ലോഹധാതു ഏതാണ് അതിൻ്റെ ആ ഒരു വ്യവസായശാലകൾക്ക് ആവശ്യമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാംഗനീസ് ആട്ടോ. അപ്പോൾ ഇത്രയും റോ മെറ്റീരിയൽസ് വേണം. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭരണാധികാരി ആരാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാരാണെന്നറിയോ? പഴശ്ശിരാജയാണ് കേട്ടോ. അപ്പോൾ പഴശ്ശി വിപ്ലവം നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. അപ്പോൾ കോട്ടയം രാജവംശത്തിനെ
അതായത് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന കോട്ടയമല്ല, അന്നത്തെ കോട്ടയം രാജവംശം ഉദ്ദേശിക്കുന്നത് എന്താണ്, മലബാർ മേഖലയാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. മലബാർ മേഖലയിൽ കേന്ദ്രീകരിച്ചിരുന്ന രാജവംശമാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എനിവേസ്, ഈ പറയുന്ന മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളിലൊന്നായിരുന്നു എന്ത്, പഴശ്ശി വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം നൽകാത്തതും അതുപോലെ തന്നെ വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചതും ഒക്കെയാണ് പഴശ്ശി വിപ്ലവങ്ങൾക്ക് എന്തായത് കാരണമായത്. അതിൽ ഫസ്റ്റ് വൺ, അതായത് ഒന്നാം പഴശ്ശി വിപ്ലവമുണ്ട്, രണ്ടാമതുണ്ട് അല്ലേ. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയായിരുന്നു. അതിൻ്റെ ബേസിക് റീസൺ എന്തായിരുന്നു, ബ്രിട്ടീഷുകാരുടെ ഈ ഒരു തെറ്റായ നികുതി നയമാണ് അതിന് കാരണമായത് അല്ലേ. രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയായിരുന്നു. അതിൻ്റെ ബേസിക് റീസൺ എന്തായിരുന്നു, ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത് അല്ലേ. അപ്പോൾ ഈ രണ്ട് പഴശ്ശി വിപ്ലവവും നടന്നത് മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളാണ് ആര്, കോട്ടയം കേരളവർമ്മ പഴശ്ശി രാജാവ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന കുട്ടിയോട്ട് രാജ എന്ന് മാത്രമല്ല ബ്രിട്ടീഷ് രേഖകളിൽ പറയുന്നത്, മറ്റൊരു ഇതും കൂടെ ഉണ്ട്, പൈച്ചി രാജ എന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ബാക്കിയുള്ള മേജറായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് പഴശ്ശി വിപ്ലവം, ഒന്ന് നോക്കി വെച്ചേക്കുക. മറ്റൊരു കാര്യം കൂടി നോക്കി വെച്ചേക്കുക, രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നത് ആരായിരുന്നു എന്ന്. ചിലപ്പോൾ അങ്ങനെ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ. തോമസ് ഹാർവേ ബേബർ. തോമസ് ഹാർവേ ബേബർ എന്നാണ് കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. ആദ്യത്തെ ആണല്ലോ ഇതിപ്പോൾ നാഷണൽ വാട്ടർ വേ 1 അല്ലേ. നാഷണൽ വാട്ടർ വേ 1, ദെൻ 2, 3, 4 തന്നെയാണ് നമുക്ക് ഓപ്ഷൻസിൽ ആക്ച്വലി തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉത്തരം അറിയാമായിരിക്കും. ഏതാണ്, അലഹബാദ് ഹാൽദിയാണ് നാഷണൽ വാട്ടർ വേ 1 അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ പറയുന്ന നാഷണൽ വാട്ടർ വേ 1 ഇതാണെങ്കിൽ 2 ആണ് നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് തന്നിരിക്കുന്നത്, സാദിയ ധൂബ്രി എന്നുള്ളതാണ്. ദെൻ മൂന്നാമത്തതാണ് എന്ത്, കൊല്ലം കോഴിക്കോട്. നാലാമത്തെയാണ് കാക്കിനഡ പുതുച്ചേരി. അതായത് ഇത് നാഷണൽ വാട്ടർ വേ 2, 3, 4 ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ അതിലിപ്പോൾ ഇതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ വാട്ടർ വേ ഏത് നദി ഇതിലാണോ, ഏത് ജലത്തിൻ്റെ അകത്തായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതാണ്, ഏത് വാട്ടർ വേനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ തീർച്ചയായും കണ്ടേക്കണേ. നമ്മൾ ഒരു ആദ്യത്തെ കുറച്ചെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഡിഗ്രി പ്രിലിംസിന് പോലും ഈ ഒരു നാഷണൽ വാട്ടർ വേ 3 ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെ ആയിരുന്നില്ല. കൊല്ലം മുതൽ ആദ്യം കോട്ടപ്പുറം വരെ ആയിരുന്നല്ലോ. അപ്പോൾ എവിടെയും വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തത് ലേറ്റസ്റ്റ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ കോഴിക്കോട് വരെയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ് ചോദ്യം, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയവർ ആരെല്ലാം. ഏതാണ്, CR ദാസും മോത്തിലാൽ നെഹ്റുവാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ CR ദാസ് എന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കി, ഈ പറയുന്ന സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകാൻ, അതായത് അത് നിലവിൽ വരാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്നറിയോ, ഗയാ സമ്മേളനമാണ് കേട്ടോ. ഗയാ സമ്മേളനം 1922 അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്വരാജ് പാർട്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു, മോത്തിലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കുക, 1923 ജാനുവരി 1 ആക്ച്വലി ഈ പറയുന്ന സ്വരാജ് പാർട്ടി രൂപീകൃതമായത്. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പ്രമുഖ നേതാക്കളായിട്ട്, പറഞ്ഞ പോലെ CR ദാസ്, മോത്തിലാൽ നെഹ്റു, വിതൽ ഭായ് പട്ടേൽ, അതുപോലെ മദൻ മോഹൻ മാളവ്യ, ഹക്കീം അജ്മൽ ഖാൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മളോട് പ്രമുഖ നേതാക്കളുടെ പേരുകൾ തന്നിട്ട് അതിൽ ആരൊക്കെയാണ് ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കാമല്ലോ. അപ്പോൾ അതും കൂടെ പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണെന്ന് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്, 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ബേസിക് ഫാക്ട്സ് ഉണ്ടല്ലോ, തീർച്ചയായിട്ടും നോക്കണം. അത് ഇന്ത്യയുടെ മാത്രമല്ല കേരളത്തിൻ്റെ, കാരണം റിപ്പീറ്റഡ് ആയിട്ട് പലതിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വിസ്തൃതിയൊക്കെ, തെക്ക് വടക്ക് നീളം, അതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. അത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ദെൻ അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണ്, ടെസ്സി തോമസ് ആണ് കേട്ടോ. എന്നാൽ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ, ഋതു കരുതൽ ശ്രീവാസ്തവ. ഓക്കെ, ഋതു കരുതൽ ശ്രീവാസ്തവയാണ് റോക്കറ്റ് വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അത്രയും കാര്യം മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം. അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ, മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് നമ്മൾ കാണാതെ പഠിക്കുന്നതാണ്. എന്തായാലും കേരളത്തിൻ്റെ ഭാഗമല്ലാത്തൊരു ഭൂപ്രകൃതി ഏതാ, മരുപ്രദേശമാണല്ലേ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ആൻസറാണ്. എന്നാലും അപ്പോൾ ഇവിടെ ഈ മലനാട്, ഇടനാട്, അതുപോലെ തീരപ്രദേശം, ആ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഗ്രേറ്റർ ദാൻ 75 മീറ്ററിൽ വരുന്നതാണ് നമ്മൾ മലനാട് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ പെടുത്തുന്നത് അല്ലേ. ആ ഒരു ഹൈറ്റ്, അതുപോലെ 7.5 മീറ്റർ ടു 75 മീറ്റർ വരെയാണ് ഇടനാട് വരുന്നത്. ദെൻ തീരപ്രദേശം അപ് ടു 7.5
മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നെക്സ്റ്റ് ചോദ്യം നോക്കി, ചേരി ചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? അപ്പോൾ ഇതിൽ പറയുന്ന 2 സമ്മേളനങ്ങൾ, അതായത് ബന്ധുങ് സമ്മേളനവും ബെൽഗ്രേഡ് സമ്മേളനവും നാമുമായിട്ട്, അതായത് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ചേരാ പ്രസ്ഥാനത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അത് രൂപവൽക്കരിക്കുവാൻ, അതായത് ഈ ഒരു പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ അത് തീരുമാനിച്ച സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്നറിയോ? ബന്ധുങ് സമ്മേളനമാണ്. ഓക്കെ, ബന്ധുങ് സമ്മേളനമാണ് 1955 ആ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ നാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അല്ലേ. കോൾഡ് വാറിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാലോ, അതായത് 2 ഐഡിയോളജീസ് ആയിരുന്നു അല്ലേ. ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജിയും ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ് ഐഡിയോളജിയും. അപ്പോൾ ഈ 2 ചേരിയിലും നിൽക്കാതെ, അതായത് ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഒരു ചേരിയിലുണ്ടായിരുന്ന USSR പോലെയുള്ളതിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച കൺട്രീസിൻ്റെ ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് നാം അഥവാ നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ചേരാ പ്രസ്ഥാനം വരുന്നത്. ഈ ഒരു ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരാന്നറിയോ? VK കൃഷ്ണമേനോനാണ്. ഓക്കെ, VK, അതായത് പൊതുസഭയിൽ, നമ്മുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ പൊതുസഭയിൽ ജനറൽ അസംബ്ലിയിൽ 8 മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളിയാണ് VK കൃഷ്ണമേനോൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആശയമായിരുന്നു എന്താ? നാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാമിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? പഞ്ചശീല തത്വങ്ങളാണ് അല്ലേ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതാരാണ്? ഇന്ത്യയും ചൈനയുമാണ് അല്ലേ. ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവും അതുപോലെ ചൈനയുടെ ചൗ എൻ ലായും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്നാണ് ഒപ്പുവയ്ക്കുന്നത്? 1954 ഓക്കെ, 54. അപ്പോൾ ഈ നാമിൻ്റെ രൂപീകരണത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഈ പഞ്ചശീല തത്വങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കും കേട്ടോ. എന്തായാലും 5 ഉണ്ടാവും അല്ലേ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ നമ്മളോട് താഴെ പറയുന്നതിൽ ഏതാണ് ഇല്ലാത്തതെന്ന് ചോദിക്കില്ല. അപ്പോൾ പരസ്പരം എന്ത് ചെയ്യുക? രാജ്യങ്ങൾ തമ്മിലായതുകൊണ്ട്, രാജ്യങ്ങൾ ചേർന്ന് തീരുമാനിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഐഡിയ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമല്ലേ. പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമായിരുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക, അതുപോലെ ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടില്ല എന്ന് പറയുന്നത്, അതുപോലെ സമത്വവും പരസ്പര സഹായവും പുലർത്തുക എന്നുള്ളത്, അതുപോലെ സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക എന്നുള്ളതും ഒക്കെ പഞ്ചശീല തത്വങ്ങളിൽ പറയുന്ന നിർദ്ദേശങ്ങളായിരുന്നു. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായും കൂടിയായിരുന്നു 1954. ഇനി ഈ പറയുന്ന നാമിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഈ പറയുന്ന പോലെ ഏതായിരുന്നു? ബെൽഗ്രേഡിൽ വെച്ചിട്ടായിരുന്നു, യൂഗോസ്ലേവിയയിൽ. 1961 ആദ്യ സമ്മേളനം നടക്കുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നാമിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ ലോക നേതാക്കളിൽ ആരൊക്കെയുണ്ട്? ഒബ്വിയസ്ലി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉണ്ട്. അതുപോലെ ഈജിപ്റ്റ് പ്രസിഡന്റ് ആയിരുന്ന ഗമാൽ അബ്ദുൽ നാസർ ഉണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യയുടെ അഹമ്മദ് സുകാർണോ ഉണ്ട്. അതുപോലെ യുഗോസ്ലേവിയൻ പ്രസിഡന്റായ മാർഷൽ ടിറ്റോ, അതുപോലെ ഖാനയുടെ പ്രസിഡന്റായിരുന്ന ക്വാമി എൻക്രൂമ. അപ്പോൾ ചിലപ്പോൾ ഇതും നമുക്കൊരു ക്വസ്റ്റൻ ആയിട്ട് വരാം അല്ലേ നമ്മുടെ മുന്നിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നാമിനെ കുറിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഓരോ പോയിന്റും ആക്ച്വലി ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് വരാവുന്നതാണ് അല്ലേ. അപ്പോൾ നാമിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി വെച്ചിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നോക്കി, അടുത്ത ചോദ്യം, സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം തന്നെ ഡയറക്റ്റ് നമുക്ക് പറയാം. ഏതാണെന്നറിയോ? ബ്യാരി എന്നുള്ളതാണ്. നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ പ്രധാന ഭാഷകളാണ് കേട്ടോ ഈ തുളുവും ബ്യാരി എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് ലേറ്റസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു? വാമൊഴിയിൽ നിന്ന് വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷയാണെന്ന് മനസ്സിലാക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയാം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവമാണെന്നുള്ളത്. അപ്പോൾ വിപ്ലവങ്ങളിൽ നമ്മൾ ബേസിക് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ വർഷം കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. ഈവൻ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് സെക്കൻഡ് ഫേസിൽ ഡിഗ്രി പ്രിലിംസിന് സെക്കൻഡ് സ്റ്റേജിൽ നടന്ന എക്സാമിൽ ഒരു വർഷം റിലേറ്റഡ് ആയിട്ട് ഇതേപോലെയുള്ള ഒരു വിപ്ലവങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇതിൽ പെടാത്തത് അല്ലെങ്കിൽ ഇതുമായിട്ട് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് തെറ്റായതാണോ ശരിയായതാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണ് ആൻസർ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിവേ ടെന്നീസ് കോർട്ട് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ്. എന്നാണതെന്നും കൂടെ മനസ്സിലാക്കുക. ജൂൺ 20, 1789 എന്നുള്ളതാണ്. അപ്പോൾ ഇതേപോലെ 1789 ജൂലൈ 14 എന്ത് സംഭവിക്കുന്നത്? ബാസ്റ്റൈൽ പ്രിസൺ തകർക്കപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക. എന്നാൽ 1791 ഫ്രഞ്ചിൻ്റെ ഒരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബേസിക്കായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഓരോ റെവല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്.
ബ്രിട്ടീഷ് റവല്യൂഷൻ വരെയുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ് എന്നുള്ളതാണ് കേട്ടോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ് വിൻഡ് എന്ന് പറയുന്നത് അല്ലേ. വിൻഡ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അത് അറിയുന്നതിന് മുൻപ് പ്രഷറിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും ടെമ്പറേച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വിൻഡിനെ കുറിച്ച് അത്യാവശ്യം നന്നായി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഏതായാലും നമുക്ക് ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഏതാണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്, അതായത് ഹോട്ട് വിൻഡാണ്. അതേതാണ്? ചിനൂക്ക് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വിൻഡ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, വിൻഡിനെ നമ്മൾ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ പെർമനൻറ്റ് വിൻഡുകളുണ്ട്. അതായത് പെർമനൻറ്റ് വിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല അതായത് സ്ഥിരമായിട്ട് ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ, അതായത് വർഷം മുഴുവൻ ഒരേ ദിശയിലേക്ക് ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണ് എന്ത്? ആഗോളവാദങ്ങൾ. അഥവാ നമ്മൾ സ്ഥിരവാദങ്ങൾ എന്ന് പറയുന്ന പെർമനൻറ്റ് വിൻഡ്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ ഈ പറയുന്ന എന്താണ്, നമ്മുടെ പ്രഷർ ബെൽറ്റുകളുടെ മുകളിലൂടെയാണ് അത് വീശുന്നത്. അതാണ് ഒരു ടൈപ്പ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? നമുക്കറിയാവുന്ന ട്രേഡ് വിൻഡ്സ്, വെസ്റ്റർലീസ്, ഈസ്റ്റർലീസ്, അതായത് വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയവാദങ്ങൾ, അതായത് പോളാർ വിൻഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പെർമനൻറ്റ് വിൻഡ്സിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. പിന്നെ നമുക്കറിയാവുന്ന ഒന്നാണ് വേരിയബിൾ വിൻഡ്സ്. ഓക്കെ, വേരിയബിൾ എന്ന് പറയുന്ന അസ്ഥിരവാദങ്ങൾ. എക്സാമ്പിൾ സൈക്ലോൺ അല്ലേ, സൈക്ലോണ്, ആൻറ്റി സൈക്ലോൺ, ചക്രവാതം, പ്രതിചക്രവാതം. അപ്പോൾ വിൻഡിന് പെർമനൻറ്റ് വിൻഡ്സ് ഉണ്ട്, ദെൻ വേരിയബിൾ വിൻഡ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ദെൻ ഉള്ളതാണ് എന്ത്? കാലികവാദങ്ങൾ അഥവാ സീസണൽ വിൻഡ്സ്. സീസണൽ വിൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ പ്രത്യേകത? സീസൺ അനുസരിച്ച് ദിശകൾക്ക് എന്താണ് വ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണത്. പ്രധാനമായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മൺസൂൺ വിൻഡ്, അതുപോലെ എന്താണ് ലാൻഡ് ബ്രീസ്, അതായത് കരക്കാറ്റ്, കടൽക്കാറ്റ്, സീ ബ്രീസ്, പർവ്വതക്കാറ്റ്, മൗണ്ടൻ ബ്രീസ്, താഴ്വരക്കാറ്റ്, ഇതൊക്കെ എന്താണ്? സീസണൽ വിൻഡ്സിന് എക്സാമ്പിളാണ്. ഇനി നമ്മൾ പറയുന്നതാണ് ലോക്കൽ വിൻഡ്സ്, അതായത് പ്രാദേശിക വാദങ്ങൾ. ഇതിനുള്ള എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ട ഈ ചിനൂക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള ഓപ്ഷൻസായ ഫോൺ, ലൂ, ഹെർമാറ്റനൊക്കെ ഇതിലുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എസ്പെഷ്യലി ചോദിക്കാനുള്ളത് മെയിനായിട്ട് എന്താണ്? പെർമനൻറ്റ് വിൻഡ്സും ലോക്കൽ വിൻഡ്സും ഒക്കെയാണ് കൂടുതലും ചോദിക്കാറുള്ളത് അല്ലേ. സൈക്ലോണിനെ സംബന്ധിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സൈക്ലോണിൻ്റെ ആ ഒരു എന്താണ് ഹൈ പ്രഷർ. ഇപ്പോൾ സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? ലോ പ്രഷറിൽ നിന്ന്, അതായത് സെൻറ്ററിൽ ലോ പ്രഷർ ആയിരിക്കും, പുറം എന്താണ് ചുറ്റും ഹൈ പ്രഷർ ആയിരിക്കും. അതാണ് സൈക്ലോണിൻ്റെ ഒരു ഇതല്ലേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആൻറ്റി സൈക്ലോൺ. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ലോക്കൽ വിൻഡാണ് അല്ലേ. ഈ ചിനൂക്ക് എന്ന് പറയുന്ന ലോക്കൽ വിൻഡാണ്. അതായത് പ്രാദേശികമായി ഉണ്ടാകുന്ന ടെമ്പറേച്ചർ, പ്രഷർ ഡിഫറൻസസ് ആണ് ഇതൊക്കെ ഉണ്ടാവാൻ കാരണം. അപ്പോൾ അതിൽ നമുക്ക് ഹോട്ട് വിൻഡും ഉണ്ട്, ആക്ച്വലി കോൾഡ് വിൻഡും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ചിനൂക്ക് എന്താണ്? ഹോട്ട് വിൻഡാണ്. ഓക്കെ, ചിനൂക്ക് എന്ന് പറയുന്നത് ഈ പറയുന്ന നോർത്ത് അമേരിക്കയിലെ, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന ഒരു ഹോട്ട് വിൻഡാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അത് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വിൻഡാണോ? തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വിൻഡാണ് കേട്ടോ ഈ ചിനൂക്ക് എന്ന് പറയുന്നത്. സ്നോ ഈറ്റർ എന്നറിയപ്പെടുന്ന വിൻഡാണ് എന്ത്? ഈ പറയുന്ന ചിനൂക്ക്. അപ്പോൾ കനേഡിയൻ സമതലങ്ങളിലൊക്കെ എന്താണ് ശൈത്യത്തിൻ്റെ അതായത് ആ ഒരു തണുപ്പിൻ്റെ ശൈത്യത്തിൻ്റെ കാഠിന്യം കുറച്ച് ഗോതമ്പ് കൃഷിക്ക് സഹായകമാകുന്ന ഒരു കാറ്റാണ് ചിനൂക്ക്. ഇനി ഈ പറയുന്ന ഫോൺ ആക്ച്വലി എഗൈൻ ഒരു ഹോട്ട് വിൻഡ് തന്നെയാണതും. പക്ഷേ അതെന്താണ്? യൂറോപ്പിലെ, അതായത് യൂറോപ്യൻ ആൽപ്സിലൂടെയാണ്. ഓക്കെ, ആൽപ്സിൻ്റെ വടക്ക്, അതായത് അതിൻ്റെ ചെരുവുകളിലൂടെ വീശുന്ന പർവ്വതങ്ങളിലൂടെ, വടക്കേ ചെരുവിലൂടെ വീശുന്ന പർവ്വതങ്ങളിലൂടെ വീശുന്ന ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാറ്റാണ്. മുന്തിരിക്കുലകളൊക്കെ പാകമാകാൻ സഹായിക്കുന്ന ഒരു ഇതാണ് എന്ത് പറയുന്നത്? ഫോൺ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലൂ എന്ന് പറയുന്നത് നമുക്കറിയാം ഹോട്ട് ഡ്രൈ വിൻഡാണ് അല്ലേ. നമ്മുടെ നോർത്ത് ഇന്ത്യയിലൂടെ വീശുന്ന വളരെ ഹോട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു വിൻഡാണിത്. ദെൻ ഹെർമാറ്റൻ എന്ന് പറയുന്നത്